YouTube channel. This is me Mehadia Faizi and you're welcome to our channel. So, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാരമൽ പുഡിംഗ് ആണ്. ഞാൻ കുറെ നാളായി അമ്മേനോട് പറയുന്നു എന്തെങ്കിലും ഒരു പുഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേക്കോ ഉണ്ടാക്കി തരാം. പക്ഷെ അമ്മ ഉണ്ടാക്കി തന്നിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഉണ്ടാക്കാന്ന്. സോ അപ്പൊ ഞങ്ങൾ കുറച്ച് ഇൻഗ്രീഡിയൻസോടെ ഒരു തട്ടിക്കൂട്ട് കാരമൽ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കണേന്ന് കാണാം. അപ്പൊ നമ്മൾ അര കപ്പ് പഞ്ചസാര എടുക്കണം. നിങ്ങൾക്ക് അതിന് കുറവ് വേണമെങ്കിൽ അതിന് കുറവ് എടുക്കാം കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഇത്ര മതി, കാരണം അമ്മ ഡയറ്റ് ആയ കാരണം നമുക്ക് കൂടുതൽ പഞ്ചസാര എടുക്കാൻ പറ്റില്ല. ഇവിടെ പഞ്ചസാര ഞങ്ങൾ ആരും കഴിക്കാറില്ല, പപ്പയാണ് കഴിക്കാറ്. പിന്നെ ഞാൻ ശർക്കര ഒക്കെ ഇട്ടതാ കഴിക്കാറ്. അപ്പൊ അമ്മയുടെ കൂടെ തന്നെ ശർക്കര ഇട്ടിട്ട് പക്ഷെ തടി കുറഞ്ഞിട്ടുണ്ട്. അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എടുക്കാം. ഞങ്ങൾക്ക് ഇപ്പൊ കുറച്ച് ആൾക്കാർക്ക് ആയതുകൊണ്ട് ഞാൻ അര കപ്പാണ് എടുക്കുന്നത്. നിങ്ങളുടെ അവിടെ എത്ര ആൾക്കാരുണ്ടോ അത്ര അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഞ്ചസാര എടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ പാൻ കത്തിക്കട്ടെ കേട്ടോ. പിന്നെ അരക്കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. ഞാനിപ്പോ പാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആദ്യം പഞ്ചസാര ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വയ്ക്കാം, കാരണം പഞ്ചസാര ഇതിലൊട്ടിരിക്കുന്നുണ്ട്. ഇത് കറക്റ്റ് അരക്കപ്പാണ്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, കാരണം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പോവും. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്ക് ഇടാൻ. ഞാൻ എന്താ ഇപ്പോൾ ഒരു പാൻ എടുത്ത് ഇതെടുത്ത് ഇളക്കുന്നുണ്ട്. ഞാൻ ഒരു കപ്പും കൂടി ഇടുന്നുണ്ട്, കാരണം വെള്ളം കൂടുതലായത് കാരണം ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കാരമൽ സോസ് ഒട്ടിപ്പിടിക്കും. ആ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല. അപ്പൊ ഞാൻ ഇത് നന്നായിട്ട് കുറുക്കി ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ആകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരിയല്ലെങ്കിൽ വീഡിയോ എടുക്കും, ശരിയായാലും വീഡിയോ എടുക്കും. എനിക്ക് ഓവർ കോൺഫിഡൻസ് കുറച്ച് കൂടിയായിരുന്നെങ്കിൽ പ്രശ്നമില്ല. കൈമാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അമ്മ തൊട്ട് നോക്കിയേ, എനിക്ക് കഴിഞ്ഞ ദിവസം തൊട്ടാൽ മതി. അടിപൊളിയായിരിക്കും മോളോ. സ്കൂളിൽ പോകുമ്പോ ഇതണ്ട ഈ പേര് പറഞ്ഞിട്ട് എഴുതണ്ടിരിക്കും. ആരെയും പറയണേ എന്താ ടീച്ചേഴ്സ് ഒക്കെ ഇതൊന്ന് കേക്കണേ. അപ്പൊ ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ഒരു കാൻഡീസിന്റെ സ്മെല്ലൊക്കെ ആയിട്ട് വരുന്നുണ്ട് അല്ലേ? കാൻഡി സ്മെൽ വരുന്നുണ്ട്. ഇതാ ലൈറ്റിഷ് ബ്രൗൺ ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ഫ്ലെയിം കുറച്ചിടാം. ഇനിയിപ്പോൾ തന്നെ ആയിക്കോളും. ഇപ്പോൾ പഞ്ചസാര കഴിഞ്ഞു. മമ്മയ്ക്ക് ഇതുവരെ ആയിട്ട് റെഡി ആയിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതാ എൻ്റെ റെഡി ആയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ മമ്മയ്ക്ക് കുസിൻ വേണം ഗൈസ്. ഇത്ര മതിയാവും ഗൈസ്. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. പുകയൊക്കെ വരുന്നുണ്ട്, ചിലപ്പോൾ ഇവിടെ കത്തി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. വീട് കരിച്ചു വിട്ടോളൂ. അയ്യോ കരിഞ്ഞു പോയാ. സോ ഗൈസ് ഞാൻ കാരമൽ സോസ് റെഡി ആക്കിയിട്ടുണ്ട്. ഇത് ഈ കളർ വരാൻ കാരണം നമ്മൾ ഈ പാത്രത്തിലേക്ക് വെച്ച എണ്ണയായിരിക്കും. നമുക്കിത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ ഇതിപ്പോ തൽക്കാലം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പുഡിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള 1.5 കപ്പ് ഓഫ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. മിൽക്ക് എന്ന് വെച്ചാൽ പാൽ. ഇത് കഴുകിയതാണ്. കഴുകി. എപ്പോ കഴുകി? ഞാനിപ്പോ ഇവിടെ നിന്ന് കഴുകി. ഉറപ്പാണോ? പാല് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. കാരമൽ സോസിന് മധുരം ഉണ്ടായ മധുരം ഇടണ്ട എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പൊ ഞാൻ പാലിങ്ങനെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ക്രീമി ആയി, കുറച്ച് ക്രീമി ആയാൽ മതി, അപ്പൊ ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഞാൻ കാരമൽ സോസ് ഉണ്ടാക്കിയ ഇത് കഴുകട്ടെ. നന്നായിട്ട് കഴുകണം.
സ്ലോ മോഷനിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലോ മോഷനിലാക്കിയില്ലെങ്കിൽ ഇങ്ങനെ ആക്കിയില്ലെങ്കിൽ തന്നെ മേത്തിക്കിടും, പിന്നെ എല്ലാം ഫ്ലോപ്പായി കഴിയും. എന്നിട്ട് ഞാൻ ഇങ്ങനെ തിളപ്പിച്ച് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആവുന്നത് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി കാണല്ല. ഞാനിപ്പോൾ വേറൊരു ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇതിവിടെ ഇങ്ങനെ ഇവിടെ വയ്ക്കത് ഇവിടെ കിട്ടെ. ഓക്കെ, ആ മിൽക്ക് ഒഴിച്ച പാത്രത്തിൽ തന്നെ നമുക്ക് എന്താ മുട്ട പൊട്ടിക്കണം. അതിന് ഞാൻ ടീസ്പൂൺ എടുക്കട്ടെ. ടീസ്പൂൺ അല്ല, സോറി, ഞാൻ നൈഫാണ് എടുത്തത് കേട്ടോ. എന്തെങ്കിലും പറഞ്ഞോണ്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് ബോറടിക്കില്ലേ? ഇല്ലേ, നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ഞാൻ ഇത് മുട്ട പൊട്ടിക്കുന്നതിന് തോടി പോയി കഴിഞ്ഞാൽ എനിക്ക് അർപ്പാണ്. പിന്നെ സൂക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനപ്പോ പതുക്കെ ഇറക്കി തുടങ്ങി പാല് പിരിഞ്ഞു. പാല് തിളച്ച് ഗൈസ്. അത് ഞാനിത് കുറച്ച് നേരം ചൂടാറാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ ഇങ്ങനെ വെക്കട്ടെ. അയ്യോ, അപ്പൊ പിടിച്ചോ. ഇത് ഇത്ര കുഞ്ഞിതാണ് വാനില എസൻസ് ഒഴിക്കാൻ. ഇതെനിക്ക് എത്ര അളവെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ അമ്മേനോട് ഹാഫ് ടീസ്പൂൺ ആണ്. അപ്പൊ നമുക്ക് ഹാഫ് ടീസ്പൂൺ ഓഫ് വാനില എസൻസ് ആഡ് ചെയ്യാം. 2 എണ്ണം. അപ്പൊ 1 സ്പൂൺ ആയില്ലേ? 1 സ്പൂൺ. ഇപ്പൊ 1 സ്പൂണായി, കാരണം ഞാൻ 2 എണ്ണം ഒഴിച്ചു. ഇനി നമുക്ക് വിസ്ക് ചെയ്ത് കൊടുക്കാം. വിസ്ക് കഴുകിയതാണോ? കഴുകി. ഞാൻ നന്നായിട്ട് വിസ്ക് ചെയ്ത് കൊടുക്കുക. ഈ കളറായി വാനില എസൻസ് ഒഴിച്ചിട്ട് ഈ കളറ്, കാരണം ഇത് എല്ലാത്തിൻ്റെയും വാനില എസൻസ് വയ്ക്കുമ്പോൾ ഏതൊരു വൈറ്റ് കളറും യെല്ലോ കളറിലും ബ്രൗൺ ആഡ് ചെയ്തതിന് ഈ കളറിനല്ലേ വരിക. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ട, ഇങ്ങോട്ട് കറക്കിക്കാം. ഈ മുട്ട റൂം ടെമ്പറേച്ചറിൽ ഇട്ടിട്ട് വേണം മുട്ട പൊട്ടിക്കാൻ. റൂം ടെമ്പറേച്ചറാണ് എനിക്കറിയാം, അറിയായിരിക്കും. അറിയാം. പാല് കുറച്ച് ചൂടാറിയിട്ട് നമുക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ എക്സസ് ഫാനിട്ട് തന്നെ ചൂടാകുമോ? ഇവിടുത്തെ ഫാൻ ഇട്ടോ? ബൂസ്റ്റ് ഇട്ട പോലെയുണ്ട്. Smells good. വാനില എസൻസിന്റെ മുട്ടയുടെ അല്ലേ ഗ്ലാസ്സായി. ഞാൻ ഇപ്പോൾ കാണിച്ചത് അപ്പൊ ഇത് ഇങ്ങനെ തന്നെയാണ് ആവേണ്ടത്. ഇനി നമ്മൾ ചൂടാറിയിട്ടുണ്ടെങ്കിൽ പാല്, അപ്പൊ നമുക്ക് പാല് ഇതിലേക്ക് ഒഴിക്കാം. ഞാനപ്പോ പാലിന്റെ കൂടെ ഇതിങ്ങനെ ഒഴിക്കാറ്. ഇതിൽ പഞ്ചസാര ഇടുന്നതെന്ന് ഉറപ്പാണോ? അവരിടുന്നില്ല? കുറച്ചിടല്ലേ? അതിലുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും ഓർമ്മ ഒരു 2 ടേബിൾ സ്പൂൺ ആണ്. അത്ര ഇടുന്നുള്ളൂ? 3 ടേബിൾ സ്പൂൺ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വയവുള്ളൂ ഒരു മുട്ട. മയോണൈസ് കഴിക്കുന്നത് നീയാണോ? മുട്ട പച്ചക്ക് പറയുന്നത്. ഓക്കെ, ഞാനൊരു പഞ്ചസാര 4 എണ്ണം ഇട്ടിട്ടുണ്ട്. 3 എണ്ണം കഴിച്ചു നോക്കട്ടെ. പതിഞ്ഞു. ഞാൻ ടേസ്റ്റ് നോക്ക്. മധുരണ്ട? വലിയ ടേസ്റ്റ് ഉണ്ട്. മധുരണ്ട? മധുരം ആവശ്യത്തിന് മധുരം മതി. ഓവർ മധുരമായിട്ട് മടുത്തു പോകും. നമുക്കിതിൽ ചോദിക്കാം. നമ്മൾ ഒഴിച്ച് വെക്കാം. ഓ, കറക്റ്റ് പാലായിട്ടുണ്ട്. കത്തി കത്തി
എന്താ ഇതിലിങ്ങനെ വെക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ഒരു സിൽവർ ഫോയിൽ ഇല്ല. ഇതാക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ അടച്ചു വെക്കണം. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കണം. ഒരു 30 മിനിറ്റ് സ്റ്റീം ചെയ്യാൻ വെക്കണം. അതിലങ്ങനെയാണ് പറഞ്ഞത്. ഞാനൊരു ഇംഗ്ലീഷ് ചാനലാണ് ഇത് എടുത്തിരിക്കുന്നത്. കൈ പാത്രം കാണിക്കുന്ന ആളുടെ മുഖമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അല്ല എന്നെ മുഖം കാണിക്കണം, ഞാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്യാൻ പാത്രം വേണം. പാത്രം ഇവിടെ നിൽക്കും. ഇഡ്ഡലി ചെമ്പില് ഇഡ്ഡലി ഉണ്ടാക്കുന്ന സാധനം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇത് മുങ്ങി പോകും. ഞങ്ങൾ വെച്ചു കൊടുക്കണം. എനിക്ക് പേടി വെക്കേ. നമുക്കിനി ക്ലോസ് ചെയ്യാം. ഒരു 30 മിനിറ്റ്സ് വെക്കണം. നമ്മളിതാ മാത്രം വെപ്പിക്കാണ്. അതിനെ കൊണ്ട് എന്നെ ഇഷ്ടത്തോണ്ട് കൈമുറിഞ്ഞ നമ്മുടെ കാരമൽ പുഡിംഗ് ആയിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ഉണ്ട്. ട്രൈ ചെയ്ത് വെക്കണം. ഇതിലെന്താ കുറവുകള്? കുറവൊന്നുമില്ല, മധുരം കുറവാണ് കുറച്ച്. നല്ല ടേസ്റ്റ് ഉണ്ട്, ഫ്ലേവർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ ഭയങ്കര വിഷമത്തിൽ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം ഞാൻ പരിശ്രമിച്ച് അവസാനം എന്താണ് ആളുടെ പ്രോബ്ലം എന്ന് റിവീൽ ചെയ്ത് നമുക്കത് എന്താണെന്ന് കേൾക്കാം. ഓക്കെ, എന്താ ശരിക്കും പ്രോബ്ലം മാളട്ടി? അപ്പം മാളട്ടി എന്താണ് മാളട്ടി വിഷമിച്ചിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് അവളുണ്ടാക്കിയ കാരമൽ പുഡിങ് ചെറുതായിട്ട് ടെക്സ്ചറൊക്കെ കറക്റ്റ് ആയിരുന്നു. പക്ഷെ ചെറിയൊരു ഫോൾട്ട് സംഭവിച്ച കാരണം കൊണ്ട് അത് എന്താ പറയാ, ഒരു ടേസ്റ്റ് കുറച്ച് കയ്പായി. അപ്പൊ ആള് അത് കയ്പായി. അപ്പൊ നാളെ എന്താണ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടതെന്നും കൂടെ നാളൂട്ടി പറയാൻ പോവാണ് കേട്ടോ. അത് ഡാർക്കായിട്ട് ആക്കരുത്. ഞാൻ അതിന്റെ കാരമൽ സോസ് we should not put overcooked ആയി പോയി. പിന്നെ പഞ്ചസാര ഒക്കെ ഓക്കെ ആയിരുന്നു. ഓവർകുക്ക്ഡ് ആയി പിന്നെ കട്ടയാവണം, പക്ഷെ ഓവർകുക്ക്ഡ് ആയി പോയി. ഷുഗർ അത് ഇത്ര ബ്രൗണിഷ് ആവുണ്ടായിരുന്നു അല്ലേ? അല്ലേ? അപ്പൊ പറയ്, ബാക്കിയൊക്കെ കറക്റ്റ് ആയിരുന്നു അല്ലേ? പിന്നെ അതില് വൈറ്റ് മറ്റേ മിക്സും മിൽക്ക് മിക്സ് ഒക്കെ പക്കയായിരുന്നു. അതിന്റെ ടേസ്റ്റ് ഒക്കെ പക്കയായിരുന്നു. പക്ഷെ കാരമൽ കുറച്ച് ഓവർ കുക്ക്ഡ് ആയതുകൊണ്ട് ചെറിയതായിട്ട് എന്തായി, ചെറുതായിട്ട് കയ്പായി. സോ ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇത് മാത്രം ടേസ്റ്റ് വന്നില്ല. ഓക്കെ, അപ്പൊ ഫുഡിങ്ങിന്റെ ക്ഷീണം ഒക്കെ നമ്മൾ പുറത്തു പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇന്ന് അപ്പോൾ നമ്മൾ ഒരു ഹൗസ് വാമിങ്ങിലാണ്. പപ്പയുടെ ഫ്രണ്ടിൻ്റെ ഞങ്ങളിവിടെ പോസ്റ്റ് ആയിരിക്കുകയാണ് ഗൈസ്. ഏത് പാടത്? ഏതൊരു പാടാട്ടാ. അപ്പൊ മാളട്ടിയുടെ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. പുഡിംഗ് കഴിച്ച് ഇനി ഫുഡ് കഴിക്കണം. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം ഇവിടെ തീരുകയാണ്. മറ്റൊരു വിശേഷമായി അടുത്ത വ്ലോഗിൽ കാണുന്നത് വരേക്കും.